സിനിമ എല്ലാം വലിയ ഹിറ്റുകളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഹിറ്റാവലെന്ന് പറഞ്ഞാൽ വലിയ ഹിറ്റുകളാണ്. വളരെ അദ്ദേഹത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കിയാൽ വളരെ കുറച്ച് സിനിമകളാണ് പരാജയപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. പരാജയം എന്ന് പറഞ്ഞാൽ മറ്റ് സിനിമകളിൽ Average ആയി പോയി. ആവറേജ് ആയി പോയിട്ടുള്ളൂ. ആവറേജ് ആയി ഈ പോയിട്ടുള്ളൂ. അത്ര ഫ്ലോപ്പ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ ആയിട്ടില്ല. ആവറേജ് പരിപാടികളിലേ പോയിട്ടുള്ളൂ. അത് അദ്ദേഹത്തിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരുന്നോ? അങ്ങനെ തോന്നുമായിരുന്നു ഒരു അദ്ദേഹത്തിന്? വിജയം കൊണ്ട് പുള്ളി ഇന്ന് വരെ ഒരു അഹങ്കാര വർത്താനം പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല. ആ. അത് വിജയിച്ചു, അതിൻ്റെ കൂടെ പോണേ കണ്ടുള്ളൂ. ഓടിയില്ല എന്ന് കരുതിയിട്ട് അതിനെക്കുറിച്ച് സങ്കടപ്പെടണം കണ്ടിട്ടില്ല. അത് 1-2 പടങ്ങളാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അടുത്തതിൽ അത് കൂടുതൽ ഹിറ്റ് ഉണ്ടാക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ആവേശം ഉണ്ടായിരുന്നു. ഒരെണ്ണം ആവറേജ് ആയി പോയാൽ അടുത്ത എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് അടിക്കണം എന്നുള്ളൊരു വാശിയോടെ സംസാരിക്കാറുണ്ട്. കഴിഞ്ഞത് ഹിറ്റാകാത്തത് കൊണ്ട് ഇത് ഹിറ്റ് അടിക്കണം നമുക്ക് എന്നുള്ളൊരു വാശി എപ്പോഴും ഉണ്ടാറുണ്ട്. 23 വർഷമായി ഞാനും ഷാഫിയായിട്ടുള്ള ബന്ധം, 2002 തൊട്ടുള്ള ബന്ധവും. ആ 23 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഷാഫി ഒന്ന് മുഖം കറുത്ത ഒരാളോട് സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. അത് ലൊക്കേഷനിലായാലും ശരി, ജീവിതത്തിലായാലും ശരി. ദേഷ്യപ്പെടേണ്ട സന്ദർഭത്തിൽ പോലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് ആ സമയത്ത്. ഞങ്ങൾ തമ്മിൽ ഒരു തവണ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിഗ്നൽ ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ ആ സിഗ്നൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ കടന്നു പോകാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ നോർമൽ സ്പീഡിൽ തന്നെയാണ് ഷാഫിയാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ പുറകിലുള്ള ഒരുത്തൻ ഓവർടേക്ക് ചെയ്ത് ആദ്യം പോകാൻ വേണ്ടി ഷാഫിയുടെ കാറിൻ്റെ മിറർ തട്ടി തകർത്തിട്ട് അങ്ങോട്ട് പോവുകയും റെഡ് വീണ് അവനോട് നിർത്തി. ഷാഫി അങ്ങനെ തന്നെ അരിയത്തുകൊണ്ടേ അതിൻ്റെ പുറകത്ത് അവൻ ഇറങ്ങി വന്നിട്ട് സോറി എന്ന് പറയും. അപ്പം അവൻ്റെ പോക്കെന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കയറിയിട്ടുള്ള ഒരു പോക്കാണ്, അല്ലാണ്ട് അവന് പുറകെ വരേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് പോലും ഒരക്ഷരം അയാളോട് മിണ്ടാണ്ട് ഓക്കെ സോറി ഓക്കെ പൊയ്ക്കോ എന്ന് പറയും. അപ്പം എനിക്ക് ദേഷ്യം കയറി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ എന്ന് പറയും. എന്ത് പറയാനാണ് എന്ന് പറയും. ഈ ഒരു റിയാക്ഷനാണ്. എന്ത് ബോംബ് വീണെന്ന് പറഞ്ഞാലും ഷാഫി അവിടെ പ്രതികരിക്കില്ല. അത് വളരെ സൈലൻ്റായിട്ട് അത് കൈകാര്യം ചെയ്യും. ലൊക്കേഷനിലായാലും ശരി, വളരെ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ നമുക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി അവിടെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ഈ മനുഷ്യന് ടെൻഷനില്ലേ? ചിലപ്പോൾ ആ മഴ പെയ്തിട്ട് ഒന്ന് ഷൂട്ട് നടക്കാതിരിക്കുമ്പോൾ അവിടെ വളഞ്ഞിരുന്നിട്ട് കോമഡി അടിച്ചിട്ട് ചിരിയും കളിയായിരിക്കുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? മഴ മാറാതെ പോകാൻ പറ്റുമോ? അപ്പോഴേക്കും തമാശയായിട്ട് പറയും മഴ ചതിക്കോ, വേഗം നിൽക്കോ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ലേ? ഷൂട്ടിൽ തുടരണ്ടേ? അപ്പോൾ അങ്ങനെ എല്ലാം വളരെ ജീവിതത്തിലും നർമ്മം കാണുന്ന ആളാണ് ഷാഫി സാർ എന്ന അതുല്യ ചലച്ചിത്ര പ്രതിഭയുടെ ഓർമ്മകളുമായി വിനു മോഹൻ. ഷാഫിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളും, അത് ഏറ്റവും കൂടുതൽ ഓർമ്മകളും രസകരമായ ഓർമ്മകളാണ്. കാരണം ഞാൻ ഇക്കയുടെ കൂടെ ഒരു സിനിമയാണ് ചെയ്തത്, ചട്ടമ്പി നാട്. ആ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ പല സിനിമകളിലും വെച്ചിട്ട് ഇത്രയും ഒരു സൗഹൃദം, കാരണം ഒരു ഷൂട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും നേരത്തെ റൂമിലെത്തുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൂടി തമാശ പറയുകയും, അത് വന്നില്ലെങ്കിൽ ഷാഫിഖാനെ വിളിക്കും, നീ എവിടെയാടാ, നീ കയറി വാ എന്ന് പറയും. ആ തരത്തിലൊരു സൗഹൃദവും ഒരു ചേട്ടനെ പോലെയൊക്കെ ആയിരുന്നു ഇക്ക. ശരിക്കും ആ ഒരു ഒറ്റ സിനിമയിൽ ഉള്ള ഒരു സൗഹൃദം എത്ര വർഷമായിട്ടും ആ ഒരു സൗഹൃദത്തിന് ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഷാഫിഖ് എനിക്കിട്ട പേര് എന്നെ എപ്പോഴും കുരുവി എന്നാണ് വിളിക്കുക. അതെനിക്ക് ഭയങ്കര ഓർമ്മ. കാരണം അത് എന്തോ ഒരു വിഷയം ഫസ്റ്റ് ഷൂട്ടിൻ്റെ സമയത്ത് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ലോഹി സാറിൻ്റെ സിനിമകളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഇവൻ ലോഹി സാറിൻ്റെ കുരുവി കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഷാഫിക്ക് ഇപ്പോഴും ആ ഒരു ലാസ്റ്റ് സമയങ്ങളിൽ കാണുന്ന സമയത്ത് പോലും ഇക്ക എന്നെ കണ്ട ആദ്യം എന്നെ കുരുവിക്കുട്ടി എന്നേ വിളിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു അടുപ്പം ഇക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ഞാൻ ആ സിനിമ ചെയ്യുമ്പം അതിൽ ചട്ടമ്പി നാടിനെ സംബന്ധിച്ച് ഒരുപാട് ആക്ടേഴ്സുള്ള മമ്മൂക്കയുടെയൊക്കെ സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ ഞാൻ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനായിരുന്നു. ദൈവമേ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും. ഞാൻ ഷാഫിക്ക് എന്നോട് കഥ പറയുമ്പോൾ, ബെന്നിച്ചേട്ടനും ഷാഫിക്കെ കൊണ്ടാണ് എന്നോട് കഥ പറയുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആദ്യം എൻ്റെ പേടി ഇതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ ധൈര്യമായിട്ടിരി, ഒരു കുഴപ്പമില്ല, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയായിരുന്നു ആ സിനിമയുടെ എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടുകയും തമാശ പറയും, കഥകൾ പറയും ഒക്കെ ചെയ്യുന്ന, ഒരുമിച്ച് ഭക്ഷണം, ചിലപ്പോൾ ഒരുമിച്ചായിരിക്കും ഭക്ഷണം കഴിക്കുക, എന്നിട്ട് അവിടെ തന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നുറങ്ങും. ഇക്ക എപ്പോഴും കാണുമ്പോൾ പറയും ഞാൻ മാത്രമേ നിങ്ങളുടെ ഫാമിലി സിനിമ ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അത് മമ്മൂക്കയും പറയാറുണ്ട്, ഇവൻ്റെ ഫാമിലി സിനിമയല്ലേ ഇത് എന്നെപ്പോഴും പറയാറുണ്ട്. അത് കാരണം ആ സിനിമയിൽ ചട്ടമ്പി നാട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അമ്മ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ അനിയൻ അഭിനയിച്ചിട്ടുണ്ട്, അച്ഛൻ അഭിനയിച്ചിട്ടുണ്ട്, അതേപോലെ അമ്മാവൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ തരത്തിൽ ഫാമിലിയിലുള്ള എല്ലാവരും
അഭിനയിച്ച ഒരു സിനിമയാണ് ചട്ടമ്പി നാട്. അത് ഇവൻ എൻ്റെ ഷൂട്ട് കാണാൻ വന്നതാണ് സത്യം പറഞ്ഞ അനു ഒരു സമയത്ത്. അപ്പം അനുവിനെ കണ്ടപ്പം ഷാഫിക്ക് ഭയങ്കരമായിട്ട് മമ്മൂക്കയെ കാണി. മമ്മൂക്ക പറഞ്ഞു ഷാഫി ഇവൻ എൻ്റെ ചെറുപ്പം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവനാകെ ഷോക്കായിരുന്നു. അങ്ങനെയാണ് അനു ആ സിനിമയിൽ മമ്മൂക്കയുടെ ചെറുപ്പം ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിലൊരു ഫാമിലി സിനിമയായിരുന്നു. അപ്പം എപ്പോഴും ഒക്കെ എന്നോട് പറയാറുണ്ട്, നിങ്ങളുടെ ഒരു ഫാമിലി സിനിമ ഡയറക്റ്റ് ചെയ്തൊരു ഡയറക്ടറാണ് ഞാനെന്ന്.